Hey guys, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ അങ്ങ് ദൂരെ തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്തേക്ക് പോവുകയാണ് ഗൈസ്. മാർത്താണ്ഡം എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചൂളയിൽ പോയിട്ട് ചുടുകട്ടയ്ക്ക് വേണ്ടി സംസാരിച്ച ഓർമ്മയുണ്ടോ? ആക്ച്വലി ഇപ്പൊ കട്ടളപ്പടിയുടെ പണി നടക്കുന്നത് കൊണ്ട് എന്തായാലും ചുടുകട്ട നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം കട്ടളപ്പടി വെച്ചിട്ടാണ് ചുടുകട്ട വെച്ച് കെട്ടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചുടുകട്ടകൾ അവര് നാളെ തീയിടും. നാളെ നമ്മൾ ആക്ച്വലി എറണാകുളം പോകുന്നതായതുകൊണ്ട് നാളെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് പോയി അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഏഞ്ചൽ ബേബി റെഡിയാണ്. ലെറ്റ്സ് ഗോ. ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത് ഞാൻ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ട് പറയുന്നതാണ്. അതൊരു മാമത്ത് ഓഫ് എ ടാസ്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും നിന്ന് നോക്കി ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ചുരുക്കൂട്ടി ചെയ്യുമ്പോ, അത് സത്യം പറഞ്ഞില്ല അച്ഛനെ സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അച്ഛനാണ് ഈ നടന്നിത് അത്രയും ചെയ്യുന്നത്. അച്ഛനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. ഇന്നും അവിടെ കട്ടളപ്പണിയുടെ പണി നടക്കുകയാണ്. കട്ടളപ്പണിയുടെ പണി ആക്ച്വലി ഞാൻ കാണിച്ചതല്ല, നാളെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് സന്ദീപേ. ഗുഡ് മോർണിംഗ് കുട്ടി. നിന്റെ പിറകിലെ ജീവിതം എങ്ങനെയുണ്ട്? ഗുഡ് നൈറ്റ്. അതെ, എന്തായാലും കുട്ടി പിറകെ ഇരുന്ന് പഠിക്കട്ടെ. അവന് ബാക്കിലോട്ട് ഞാൻ പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അവൻ മുതലാളി, ഞാൻ തൊഴിലാളി. ഗുളിക ഐശു ഇന്നലെ വന്നപ്പോഴത്തേക്ക് അവള് ഇവന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് മോഷൻ സിക്നസിന് വേണ്ടിയിട്ടുള്ള എന്തോ ഗുളിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു തന്നു. അപ്പൊ അവിടെ ഇരുന്നോളും. എന്തായാലും നമുക്ക് മാർത്താണ്ഡത്തോട്ട് പോവാം. തമിഴ്നാട്ടില് അവര് ചുടുകട്ട അവിക്കാനല്ല ചുടാനായിട്ട് അടുക്കുന്നത് നമുക്ക് പോയി കാണാൻ. കഴിഞ്ഞ സ്പോട്ടി ഉറപ്പാണ്. കഴിവാണ് കേട്ടോ ഇവന്റെ. പുറയിലിട്ട് വെച്ചേക്കുന്നത്. ഇതാണ് സ്ഥിരം ഫ്രണ്ട് ഇരുന്നുള്ള പരിപാടി. അപ്പൊ ബാക്കിൽ ഇരുന്ന് ഉറക്കട്ട്. നമ്മൾ മാർത്താണ്ഡത്തോട്ട് പോവല്ലേ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന നമ്മുടെ സർജിൻ വ്ളോഗ്സ് കളിക്കാവിളയാണ് താമസിക്കുന്നത്. അപ്പൊ അവനെ ഞാൻ വിളിച്ചു നോക്കി. അവൻ അവിടെ ഉണ്ടോന്ന് അറിയാനുണ്ട്. അപ്പൊ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവൻ വരാന്ന് പറഞ്ഞു. അപ്പൊ അവനെയും കാണാമല്ലോ എന്ന്. സർജിൻ വ്ളോഗ്സിനെ അറിഞ്ഞുകൂടാത്തത് ഒരു കന്യാകുമാരി സ്ലാങ് തമിഴ് സംസാരിക്കുന്ന ഒരു വ്ളോഗറാണ്. തമിഴാണ്, തമിഴ് വ്ളോഗറാണ്. അപ്പൊ അവനെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല നല്ല പയ്യനാണ്. ഭയങ്കര സ്നേഹമുള്ള നല്ല പയ്യനാണ്. അവനെ കാണാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ് പാറശാല കളിക്കാവിള. സർജിൻ പറഞ്ഞ് നമ്മള് കുഴിത്തുറ എന്ന് ഞാൻ പറഞ്ഞപ്പോ വേറെന്തോ പറഞ്ഞു. അങ്ങോട്ട് ചെന്നാൽ മതി. അവിടെ ജംഗ്ഷന്റെ അടുത്താണ് അവൻ ഇവിടെ. അവൻ അങ്ങോട്ട് വരാന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ചുള്ളലോട്ട് പോകാം. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി കുഴിത്തുറയിൽ എത്തിയിരിക്കുന്നു. സർജൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഗൈസ് ഡേയ് എങ്ങനെ ഉണ്ടായിരുന്നു പള്ളി വറക്കം? അവൻ മരണോണ്ട് ഞാൻ ചവിട്ടി എഴുതിപ്പിച്ചാണ് ഗൈസ്. അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് പൂത്തുറക്കുറങ്ങണ ശരിയല്ലല്ലോ. എന്തായാലും സർജൻ ഇപ്പൊ എത്തട്ടെ, എന്നിട്ട് കാണിച്ചത് ഞാൻ. ഇത് ആരാന്ന് നോക്കൂ സുഹൃത്തുക്കളെ. എടാ നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. നീ നമ്മുടെ ചങ്കാണ്. കന്യാകുമാരി സ്ലാങ്ങിൽ സംസാരിക്കുന്നതാണ്. അയ്യോ കൊട്ടേഷൻ ആണ് അവിടെ. ആ കേട്ടാ. ആമാ ആമാ കുറച്ച് അവൻ കാണാൻ പറ്റി കാണൂല മാമി. കുറച്ച് തിരക്കിലായി പോയി കാണും പാവം. ഞാൻ പറഞ്ഞില്ലേ കേസ്, അവൻ തമിഴ്നാട്ടിലെ കിടിലോ. ആ ചേച്ചി തമിഴിൽ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ കേസ്, ഇവൻ തമിഴ്നാട്ടിലെ കിടിലോണ്. എടാ നിന്റെ ആദ്യം വൈറലായ വീഡിയോ ഏതായിരുന്നടാ? നൊങ്കുവണ്ടി. ഇവൻ പെട്രോളിന് വില കൂടിയ സമയത്ത് നൊങ്കു കൊണ്ടുണ്ടാക്കുന്ന ഒരു വണ്ടിയും കൊണ്ട് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പെട്രോൾ അടിച്ചു തരുമെന്ന് ചോദിച്ചു. അത് കിടിലൻ വീഡിയോ ആണ്. ഞാനും ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യണ വീഡിയോ അതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചൂളയിൽ വന്നപ്പം ഇവൻ എനിക്ക് മെസ്സേജ് അയച്ച്, ബ്രോ എന്റെ വീട് ഇതിന്റെ അടുത്താണ്, അടുത്ത പ്രാവശ്യം അവന് വിളിക്കണേന്ന്. ഞാൻ വിളിച്ചു, അവ എത്തി. എടാ ഇന്ന് നീ എനിക്ക് കുറച്ച് ഏരിയയിലെ സ്ഥലങ്ങൾ കാണിച്ചു തന്നെ. അപ്പൊ നല്ല ഇടങ്ങൾ നമുക്ക് കാണാൻ കേസ്. നല്ല ഫുഡ് പൊളിച്ച് കാരക്കുളം എന്ന് പറയാൻ മാത്രം അവന് ഭാഗമുണ്ട് കേട്ടോ. എടാ ഏച്ചു പോടാ കുട്ടി, തമിഴ്നാട്ടുകാർക്ക് അറിഞ്ഞൂടാ.
മീനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുട്ടിയുടെ കയ്യിൽ നിന്ന് പോയത്. നല്ലൊരു സ്ഥലമുണ്ട്, നല്ല സ്ഥലത്ത് നമുക്ക് പോവാം ഗൈസ്. അപ്പൊ ആദ്യം എന്തായാലും നമുക്ക് ചുളയിൽ പോയി നമ്മുടെ ചുടേട്ടൊക്കെ സുന്ദരമായി നോക്കിട്ട് വരാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അതെ, കോവിൽ തിരുവിളയില് താലപ്പൊലി. ഇവിടെ താലപ്പൊലി അടിപൊളി കേട്ടോ ഗൈസ്. നല്ല നീളം ഉണ്ടല്ലേടാ, ഒരുപാട് അങ്ങ് അറ്റം പോലെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ കിടന്ന് അലപ്പാലം പറഞ്ഞ ഞാൻ വിളിച്ചത്. ഇതാണ് ഗൈസ് തമിഴ്നാട്ടിലെ തിരുവിള. ഇവരിവിടെ നല്ല പിടിപാടുണ്ട്, രക്ഷപ്പെട്ടു. ഇവരെ കൊണ്ട് തമിഴ്നാട്ടിൽ വന്നാൽ നന്നായി, കാരണം ഇവിടെ നമ്മളാർക്കും ഇവരെല്ലാവർക്കും അറിയാം. തണ്ണി സാപ്പിടും. ഇതൊക്കെ കേരളത്തിൽ നിന്ന് വന്ന കലാരൂപങ്ങളാണ്. ഹലോ മലയാളിയൊക്കെ നമ്മൾ അറിയാം. സന്തോഷമാണ് പോയിട്ടോ എടാ കണ്ട്. ഹലോ ഒരുപാട് സന്തോഷമാണ് അതാ കണ്ട്. ഹലോ ഓ എന്റെ പൊന്നോ പേടിപ്പിക്കലാണ്. തമിഴ്നാട്ടിലെ എന്തോ കലാരൂപമാണ്. എന്താണ് പറയുന്നത്? വിളക്ക് കെട്ടും. ഇത് നമ്മുടെ കഥകളി. ഓ ഹലോ ഇവിടത്തെ ഉത്സവം, അതായത് തിരുവിള ആണ് ഗൈസ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിനകത്ത് എനിക്കൊന്ന് ചെണ്ട അടിച്ച ചേട്ടന്മാരും പിന്നെ കുറച്ചുപേര് മലയാളികളല്ലാതെ ബാക്കി അത്രയും തമിഴ് ആൾക്കാരാണ്. ഇവ ഇവിടെ കില്ലോണ് കേട്ടാ, അല്ലടാ കുട്ടി. കുറെ ആൾക്കാരൊക്കെ പയ്യന്മാരൊക്കെ സെൽഫി ഒക്കെ എടുക്കണ്, അണ്ണൈ നീങ്കളാന്നൊക്കെ പറയണ്. കൊള്ളാം, രസമുണ്ട് വൈബ്. എടാ ഇവിടത്തെ ഉത്സവങ്ങളൊക്കെ അടിപൊളിയാണ് അല്ലേ? സൂപ്പർ നല്ല കോമ്പറ്റീഷൻ ആണ്. ഈ ആൾക്കാർ നല്ല രീതിക്ക് കൂടുതൽ മേലെ കേട്ടാക്കും. അത് നമ്മുടെ കേരളത്തിലൊക്കെ അല്ലടാ സന്ദീപ്. 4 ആനയെങ്കിൽ ഇവിടെ 5 ആന, ഇവിടെ 5 ആന ഇവിടെ 6 ആന, 10 ഫ്ലോട്ടെങ്കിൽ 15 ഫ്ലോട്ട്. എന്തായാലും തമിഴ്നാട്ടിലെ ഒരു തിരുവിളയുടെ ഘോഷയാത്ര കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് നേരെ ചൂളയിലോട്ട് പോകാൻ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവൻ കുറച്ച് തമിഴ് അടിപൊളി ഫുഡ് ഐറ്റംസ് ലൊക്കേഷൻസ് കാണിച്ചു തരാന്ന് പറഞ്ഞു. കാണിച്ചിട്ടില്ലേ? അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കിടന്ന് കുറച്ച് മെഴുവാം ഗൈസ്. ആദ്യം ചൂളയിലോട്ട് പോട്ടെ. നമ്മൾ ചൂളയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അടുക്കിയേക്കുന്നതൊക്കെ ആയിരിക്കും എന്റെ ചുടുകട്ട എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. നീ ചൂളയിൽ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടല്ലേ? ആണാ? കട്ടിയാ? നമ്മളെ ഇവിടെയും കട്ടി തന്നെയാണ്, പക്ഷെ ചുടുകട്ട എന്ന് പറയും. ചുടുകട്ട കട്ടി എവിടെയോ എന്തൊക്കെ സിമിലാരിറ്റി ഉണ്ട് കേസ്. അവിടെ അണ്ണൻ മാവല്ല മണ്ണ് കുഴച്ചെടുത്ത് അകത്ത് കയറ്റുന്നു. ഇവിടെ ചുടുകട്ടായിട്ട് സെറ്റായി വന്നോണ്ടിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഏട്ടാ? ആ ഇത് നമ്മുടെതാണോ? തീട്ടോ ഇടാൻ പോകുന്നേ ഉള്ളു. അത് എവിടെ ഇരിക്കണേ കാണിച്ചു തരുമോ? അവിടെ ഇത് വേറെ സെറ്റാണ് കേട്ടോ, നമ്മുടെ അല്ല. ദൂരം ചുടുകട്ടോ. ഇതാണോ? അകത്താണോ? കുറച്ചേ ഉള്ളു അല്ലേ? എത്ര കട്ടയുണ്ടോ നമ്മുടേത്? 40,000 കട്ടയുണ്ടോ അല്ലേ? ഓ അപ്പൊ നമ്മുടെ കട്ട ഇതിന്റെ അകത്തിരിക്കുകയാണ് കേസ്. കണ്ടേ ഈ പൊത്തലൊക്കെ ഇവര് മറ്റേ കല്ലൊക്കെ കൊണ്ട് അടച്ച്. എന്തരടാ നിന്റെ? ഓഹോ ആണാ? കാണാൻ പറ്റുമോ? ശ്രദ്ധിച്ചോടാ. ഓ ഇതാണ് കേസ് ചൂളയുടെ മണ്ട. എവിടെയോ നമ്മുടെ ആണ് ഇതാര് കാര്യം വന്നത്. ഇതുപോലെയാണ് തീ വന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ തീട്ട കോമഡി ആയിരിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ കട്ട. നോർമൽ കട്ടയാണ്, കുറച്ച് സൈസ് കുറവാണ് നമ്മുടെ കട്ട. എന്തിനാണ് പറഞ്ഞത് ഇവിടെ കസ്റ്റമൈസ് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ഈ കട്ടയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ കയറാൻ പോകുന്നത്. ഐ ലവ് യു കട്ട. അപ്പൊ ഗൈസ് ബേസിക്കലി ഇങ്ങനെയാണ് വേവുന്നതിന് മുന്നേ നമ്മളെ വീട്ടിൽ വെക്കാൻ പോകുന്ന ചുടുകട്ടകൾ. അതാണ് വിറക്. അത് തമിഴ്നാട്ടിലും വിറകുന്നതിനല്ലേ പറയണത്? തെങ്ങ്. നീ എന്താ തട്ടി നോക്കണത്? എന്തിരി? ഓഹോ വാങ്ങടാ, കീഴ ഇറങ്ങിയിടല. തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ ഫുൾ ഞാൻ തമിഴാണ്. കഞ്ഞിപ്പൊടി പോയി അണ്ണന്മാര് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഇതാണ് നോർമൽ ചുടുകട്ടെ. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്ന ചുടുകട്ട ഞാൻ കാണിച്ചത്. ഇത് നോർമലി ഇവർ ഇവിടെ നിന്ന് സെറ്റ് ആക്കുന്ന ചുടുകട്ട. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ച ചുടുകട്ട. ഇത് നോക്കണ സൈസ് ഡിഫറൻസ്. നമ്മുടെ ചുടുകട്ട കുറച്ച് ചെറുതാണ് കമ്പാരിറ്റീവ്ലി. അത് നമ്മുടെ വീടിന് അനുസരിച്ചുള്ള അളവിന് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. എന്തായാലും തമിഴ്നാട്ടിൽ വന്ന് ചുടുകട്ട വേവിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഐ ഫീൽ ലക്കി ഗൈസ്. നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം. അതെ, ഒരു ലൈക്ക് അടിച്ചു. നമ്മളൊരു താഴോട്ട് കണ്ടതിന് അവിടെ അപ്പാപ്പായി മാവ്
അപ്പൊ ചെളി കുഴക്കുന്നിടത്തോട്ട് ഇവിടെ നമ്മുടെ ചുടുകട്ട ചുടാൻ വേണ്ടി ഇട്ടേക്കാണ് ഗൈസ്. ഇവിടെ എന്നാ ചുട്ട് കഴിഞ്ഞ ചുടുകട്ട അവര് ലോറിയിലോട്ട് പാക്ക് ചെയ്യാണ്. ഒരു ലോറി നിറച്ച് ചുടുകട്ട നോക്കണേ ഗൈസ്. ഇതേ കണക്ക് നമ്മുടെ വീട്ടിലത്തെ ചുടുകട്ട ഇവര് ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസത്തിലാവും. താഴെ തിരിക്കുന്നു ഗൈസ്. കൈ അത്ര ഒരുമാതിരി സന്ധി ഇറങ്ങണമൊക്കെയാണ്. ഓ ചൂടാൻ ഇറങ്ങിയ ഞാൻ കംപ്ലീറ്റ് പ്രൊസീജിയർ തരാം. ആദ്യം മണ്ണെടുക്കും. മണ്ണെടുത്തിട്ട് ഇവർ നേരെ കൊണ്ടുവന്നിട്ട് കൂന കൂട്ടും. അവിടെ നിന്ന് ഒരു അപ്പൂപ്പ ഇതിനെ ചുരണ്ടി എടുത്തിട്ട് ഒരു കൺവെയൻസ് ബെൽറ്റിലോട്ട് തട്ടും കേസ്. ആ കൺവെയൻസ് ബെൽറ്റിൽ നിന്ന് ഈ സാധനം എല്ലാം കൂടെ ചുവന്ന് കിട്ടി വേറെ എന്തോ ഒരു അരയ്ക്കുന്ന മെഷീനകത്ത് നിന്ന് അരച്ച് കുഴച്ചെടുത്ത് ഒരു ചോക്ലേറ്റ് കട്ട പോലത്തെ ഒരു പീസ് തള്ളി പുറത്തോട്ട് എടുക്കും. അതിനെ ഇവര് എന്തോ ഒരു വേറൊരു മെഷീൻ വെച്ചിട്ട് ഇത് പുസ്കൂന്നും പറഞ്ഞിട്ട് മുറിക്കും. ആ മുറിച്ച് വരുന്ന കട്ടകള അതുകൊണ്ട് ഇതുപോലത്തെ മറ്റേ ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണക്കാനായിട്ടിടും. ഈ ഉണങ്ങുന്ന ചുടുകട്ടകൾ ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് ചൂളയിൽ കൊണ്ട് അടുക്കുന്നത്. ആ ചൂളയിൽ അടിക്കുന്നതിനാണ് പിന്നെ തീയിട്ട് ഇത് ചുടുകട്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് അത് വീട്ടിൽ വരുന്നു. വീട്ടില് മേസ്തിരി കുറച്ച് ചാന്തും കൂടെ കൂട്ടി അടിസ്ഥാനത്ത് വെക്കുമ്പോൾ അത് നമ്മുടെ ചുമരായി മാറുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രൊസീജിയർ. കംപ്ലീറ്റ് ഇതൊക്കെ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി? ആലപ്പുഴ ഇഷ്ടിക. നമ്മുടെ അവിടെ ചുടുകട്ട, ഇവിടെ കട്ടി. നിനക്ക് അത്ര കട്ടിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാൻ ഗൈസ്. എന്റെ ചുടുകട്ട എന്തായാലും കംപ്ലീറ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാ സ്ഥലത്തിനെ പോകണം? ഇനി നമ്മൾ മാർത്താണ്ഡത്തേക്ക് ചലിക്കുകയാണ് ഗൈസ്. കണ്ടമാനം തെങ്ങ് മുറിച്ചോണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവര് ചൂളയിൽ അടുക്കിയിട്ട് കത്തിക്കണത്. അണ്ണാ ഈ നാമ്പ കിളമ്പിടും കിടങ്ങണം. പോയിട്ട് വരാം. വെറുതെ എന്തിനാണ് തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളത്. പോയിട്ട് വരാം അണ്ണാ. എന്റെ പൊന്നോ ഭയങ്കര ചൂട് ഗൈസ്. വെയിലത്ത് നിന്ന് പുഴുങ്ങിപ്പോയി. എന്നാണ് നമ്മള് ഫുഡ് കഴിക്കാൻ എവിടെയാണ് പോണത്? എന്താണ് അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്? ഊണ്. തമിഴ് ഊണ് കഴിക്കാൻ. മീനൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. അവനാണ് ആഗ്രഹം കൂടുതൽ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് ലോറിയിൽ ഇങ്ങനെ നിന്നാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ വന്നിട്ട് ലോറിയുടെ പറഞ്ഞിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞു. ലോറി ചെറുതായിട്ട് ചെരിയുന്നുണ്ടോ എന്നൊരു സംശയം. താങ്ക് യു ഉണ്ടായി. കണ്ടില്ല. ഇനി മാറ്റാണ്ടത്. ഓ ഇവിടെ കിടില മോരാണല്ലേടാ. നാങ്ക വന്ന് മലയാളിയാണോ? അല്ല. അപ്പം നമ്മള് മോരിന്റെ ആൾക്കാരാണ്. ഓ ഇതിനകത്ത് അച്ചാറൊക്കെ ഇടും. എന്റെ മോനെ എങ്ങനെയുണ്ട്? എന്റെ മോനെ പറഞ്ഞല്ലേ കുട്ടിയുടെ കിണ്ണം കാച്ചിയ സാധനം. കിണ്ണം കാച്ചിയ സാധനം കേട്ടോ. നിങ്ങള് മാർത്താണ്ഡ ഭാഗത്തെങ്ങാനും പറഞ്ഞത് എന്തായാലും ടേസ്റ്റ് ചെയ്യണം. കിട്ടില്ല മോര്. ഇറങ്ങി പോയല്ലേ? നല്ല ടേസ്റ്ററാ. കിട്ടില്ല സാധനം. കിണ്ണം മോരായിരുന്നു. കിണ്ണം മോര്. ഇപ്പൊ മനസ്സിലായ കേരളാവെന്ത് ഇവൻ ഉണ്ടല്ല, ഇവനെ കളയാൻ വേണ്ടി വെച്ചേക്കണം. വേണോ നിങ്ങൾക്ക് തമിഴ്നാട്ടില്? നന്നായിട്ടാ കുട്ടി മക്കളെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തട്ടെ. സൈഡിലുള്ള ഒരു കുഞ്ഞു കടയാണെന്ന് തോന്നാട്ടാ. ഉച്ചക്ക് മാത്രമേ ഉള്ള RK മെസ് എന്നാണ് തമിഴ് കേട്ടാ. ഞാൻ തമിഴൊക്കെ വായിക്കാൻ പഠിച്ചു ഗ്യാസ്. കണ്ടോ സെറ്റപ്പ്? ഊണായി ഓപ്പൺ എയർ ഇരിക്കണ ഒരു ക്യൂട്ട് സ്ഥലം അല്ലേടാ. ഇവിടേക്ക് എടുത്തല്ലേ കൈ കഴുകിയിരിക്കാം. അണ്ണനാണ് ഓണർ കടയുടെ. മുതൽ തടവേ നാ വന്നിരിക്കെങ്ക എനക്കും ഉങ്ങളെ പാത്തതില് ഏത് വേണം നീ പറ. നീ എല്ലാം എടുത്ത് നല്ലത് നോക്കി എല്ലാം വരട്ടണം അല്ലേ? കഴിച്ചു തരണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റത്. ഇവിടത്തെ തമിഴ് ബോർഡ് പിന്നെ എനിക്ക് വായിക്കാൻ അറിയാം. പിന്നെ ഞാൻ അഹങ്കാരം കാണിക്കരുതല്ലോ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല. അതിലേടാ ആ 900 rupees എന്ന് എഴുതിയേക്കണ എന്തിനാണ്? താഴെ എന്തൊരു ചെമ്പല്ലി പിറൈ ഫ്രൈ 900 രൂപയുടെ ചെമ്പല്ലി ഫ്രൈ. 200 200. അതിന്റെ തൊട്ട് മേളില് സിലോപ്പിയ മീൻ പൊരിച്ചത്. ഇതുപോലെ അറിയാണോ എനിക്ക്? பேசக்கூடாது. நான் பேசுறேன் அகங்காரம். எவனு வந்து அகங்காரம் பட் கன்னியாகுமரி இது கலந்துட்டு ഇത് മീൻകറി, ഇത് വന്ന് സാമ്പാർ, ഇത് രസം, ഇതുപോലെ അടിപൊളി പച്ചമോര്. ഓഹോ കൊതിയാവണം. എന്റെ മോനെ തലക്കറി ഇരിക്കണ ഇരിപ്പ് നോക്ക്.
ഓക്കെ, ചോറ്, എന്തൊരു ഒരു കൂട്ടാൻ, ഇത് ക്യാബേജ് ആണെന്ന് തോന്നുന്നു, കപ്പ, അച്ചാറ്, കണവ. ഉള്ള കണവ, കൊഞ്ചം മീൻകറി എടുക്കണം, ചോറിൽ ഊത്തണം. ചൂട്. തമിഴ് ഊണ് സൂപ്പർ ഇല്ല. ഓ, എന്തൊരു പുതുക്ക സാധനം പറഞ്ഞേ. ഏത് മീനെണ്ണ? വിളമീൻ. എല്ലാ ഇലയിലാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വിളമീൻ തിന്നോണ്ടിരുന്നപ്പോ ഹമൂറ് വെച്ചു കഴിച്ചു. എല്ലാ മീനും കിട്ടില്ല. ഇനി ക്ഷമയില്ല, ഞാൻ കഴിച്ചിട്ട് വരാം. ഞങ്ങള് അവന്മാര് കാണാം, കഴിച്ചിട്ട് വരാം. ഓ, എന്റെ പുണ്യ കിട്ടില്ല ഫുഡടാ അണ്ണേ. ரொம்ப பிரமாதமான ஃபுட்டு, ரொம்ப பிடிச்சிருக்கு. ஒன்று பேர் என்ன? ஜினோஷ். அண்ணா எவ்வளோ ஆயாச்சு? ഇതിന് ഒരു നിമിഷം വരണോ? അണ്ണന്റെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് വരാം. നീ എവിടാടാ പ്രോഗ്രാം എന്നെ കണ്ടിട്ടുള്ളേ? ആണോ? ഇവിടെ മലയാളം ഒക്കെ കാണുമോ ചേച്ചി? കുറച്ച് അറിയാം അല്ലേ? ആരെയാ ഇഷ്ടം ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരിയില്? ഓ, കെവിനെ ഏതാ കേൾക്കാറുണ്ടാ? നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വരെ ആൾക്കാരുണ്ട്. ഏതൊക്കെ നീ വാങ്ങിച്ച മെഡലാണോടാ? പിന്നെ നീയും അക്കാവുക ഒമ്മച്ചി. ഓയ്യോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ മിടുക്കൻ. സർജിനെ, ഇനി നമ്മൾ ഫുഡും കഴിച്ച് ഇനി അങ്ങോട്ടാണ് പോകുന്നത്? പേച്ചിപ്പാറ ഡാം. ഓഫ് ടു പേച്ചിപ്പാറ ഡാം ഗൈസ്. ഫുഡ് കഴിച്ച് അന്ന് വീട്ടിൽ നിന്ന് അണ്ണനാണെങ്കിൽ പൈസ ഒരു വിധത്തിൽ വാങ്ങിക്കണില്ല. പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് എന്തായാലും പൈസ വാങ്ങിക്കാതെ സ്ഥിതിക്ക് ഇത് ഇതിന്റെ മണ്ടയിലാണ്, ബോർഡൊന്നും ഇല്ല, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇതാണ് RKMS. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ KKM ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ താങ്ക് യു ചേട്ടാ ഫോർ ദ ഫുഡ്. പൈസ വാങ്ങിക്കാത്തതിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും ഈ റൂട്ട് പോവുകയാണെങ്കിൽ കയറി ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫുഡായിരുന്നു, നല്ല സംഭവമായിരുന്നു. ഇത് എവിടെയാണ് ലൊക്കേഷൻ? പമ്മത്തിക്കിട്ട കൊലശേഖരത്തേക്ക് പോളവളി. വളി കുട്ടി, ഇവിടെ നല്ല ഫുഡല്ലായിരുന്നാടാ? 2 ഓലക്കീറോ വെള്ളത്തുണി ഇഷ്ടപ്പെട്ടില്ലടാ? ഇനി നമ്മള് പേച്ചിപ്പാറ അങ്ങോട്ട് പോവാണ്. എന്റെ മോനെ, ആ വെള്ളം ഒഴുക്ക് നോക്കണേ ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പേച്ചിപ്പാറ ഡാം. ഈ കാണുന്നതാണ്, ഇതല്ല, ഇതൊരു വേട്ടാവളി. ഇതാണ് പേച്ചിപ്പാറ ഡാം. എനിക്ക് തോന്നുന്നു ഡാമിന് വെള്ളം തുറന്നു വിട്ടേക്കണം. എന്താ ഇന്നലെ മഴയായിരുന്നു അല്ലേ? ഓ അയ്യവാ, എന്റെ മോനെ നോക്കിയ ആർത്തിരമ്പി വരികയാണ് കേട്ടാ വെള്ളം. അതാണ് ഇത്ര ഫോഴ്സിൽ വെള്ളം പറഞ്ഞല്ലേടാ. ഇവിടെ ചാടാൻ പറ്റുമോടാ? അതെ ചേട്ടാ. ഹലോ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയത്. ഇല്ല ചാടല്ല. ആണോ? ശരി ചേട്ടാ, താങ്ക് യു. ശരി. എന്റെ മോനെ എന്തൊരു സ്നേഹമുള്ള ചേട്ടാ. ശരി, പോയിട്ടോ. പോളി സീന് കേട്ടോ ഗൈസ്. സർജൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിറ്റുവേഷൻ സർവൈവ് ചെയ്തത്. കാരണം ഇതിവിടുത്തെ ടോയ്ലറ്റ് ആണ് ഗൈസ്. അതെ, എനിക്ക് പെൺകളും ആൺകളും വായിക്കാൻ അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇപ്പൊ പെൺകളി കയറി പോയാലും ഇവിടെ അവസാനം തമിഴ് ചേച്ചിമാരെ ഒന്നും ഇടിയും മേടിച്ചോണ്ട് പോകേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. കറക്റ്റ് ആൺകളിൽ തന്നെ ഞാൻ കയറി. വണക്കം അണ്ണേ. എന്താ ഇനി നമുക്ക് എന്റെ മേലോട്ട് കയറാം ഗൈസ്. എന്തിനാണ് അത് എഴുതി വെച്ചേക്കണം? വ്ളോഗും ചെയ്ത് കയറി. ഇവിടെ എന്താണ് എഴുതി വെക്കണ? പേച്ചിപ്പാറ. പേച്ചിപ്പാറാണ് ഈ ഒന്ന്. ഇടുമ്പമലയിൽ പോയതിനു ശേഷം സന്ദീപിന് സ്റ്റെപ്പ് കാണുമ്പോ പേടിയാണ്. എത്തിപ്പൂരം ഉണ്ടായത്. എന്റെ അമ്മച്ചി, എന്തൊരു സ്പീഡ് കൈസ് വെള്ളത്തിന്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഡീറ്റെയിൽസ് വെച്ച് ഉപയോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ഇറ്റ്. മേളിൽ കയറി വന്നപ്പോൾ ഇവിടെ സ്കൂൾ ടൂർ ആണെന്ന് തോന്നുന്നു ഗൈസ്. പിള്ളേരൊക്കെ അന്തസ്സായിട്ട് തറയിടുന്ന കഴിക്കുന്നു. ഹലോ, ഏ സ്കൂള്?
സ്ഥലം ഏടോ എങ്ക നാഗർകോവിൽ സാപ്പിടുങ്ങോ എന്തിനാ അതിന് ഞാൻ എന്തിനാ സങ്കടപ്പെടണത്? എനിക്ക് ഒരു സങ്കടമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവനെ കൊണ്ട് വലിയ ശല്യമാണല്ലേ ഗൈസ്. എന്റെ മോനെ എന്തൊരു ഭംഗി AC ഡാമാണ്. അടിപൊളിയല്ലേടാ കുട്ടി? വാടാ വാ പെട്ടെന്ന് വാ. ഇവന്റെ ചെവിയിൽ എത്തുന്നതിന് മുന്നേ കൂടെ കൊണ്ട് ഇവിടെ ഓടണം. നല്ല രസമുണ്ട് ഗൈസ്. പിള്ളേരെ ചോറ് കൂട്ടി രസം കഴിക്കണം, അതാണ് നല്ല രസം. എടാ ഡാമിനടുത്ത് എറിയാം. അന്നും മിണ്ടണ്ട മുതലുകൾക്ക് കുട്ടിത്തീറ്റ. എന്റെ മോനെ ഗൈസ് മേളിൽ കയറി വന്നപ്പോൾ ഉള്ള ഒരു വിഷ്വൽ നോക്കിയാണ്. അങ്ങ് വിദൂരതയിൽ ഒരു ബോട്ട് പോണമൊക്കെയാണ്. ഇതിനുള്ള തേറി നിങ്ങൾ കമന്റ് കൊടുക്കണേ ഗൈസ്, ഇല്ലെങ്കിൽ ആ ചളിയുടെ ആത്മാവിന് ശാന്തി കിട്ടൂല. പക്ഷെ കിണ്ണ സീനറിയടാ. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം, ബോട്ടിൽ പോകാനാ. ബോട്ടിൽ കയറാം. കമ്മോ ഇവ ഏതോ ഒരു പയ്യനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ പയ്യൻ നമ്മളാ ബോട്ടില് കറക്കാൻ കൊണ്ടുപോകും. പക്ഷെ കിടില സ്ഥലമല്ലേ, നീ മിണ്ടരുത്. എന്തിനാണ് എന്തോ തിന്നാടാ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഇനി പയ്യന്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് ബോട്ടിനെ അങ്ങോട്ട് പോകാൻ കഴിയും. നല്ല സീനറി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നമ്മൾ കാർ എടുത്ത് ഇങ്ങ് വന്നിട്ട് ഇവിടെ സർജിന്റെ 2 കൂട്ടുകാരന്മാരും മച്ചാന്മാരെ കൂടെ ഈ ഒരു റൂട്ടിലോട്ട് വന്നു ഗൈസ്. കണ്ട അവിടെ വ്ളോഗ് തറക്കുകയാണ്. ഇവിടെ നിന്ന് ഏതോ ഒരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളോ മൊട്ട തമിഴ് എന്തൊക്കെയോ എഴുതി വെച്ചേക്കണ ഗൈസ്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രസ്പാസസ് ബിവെയർ എന്നാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷേ നൈസ് ഏതോ സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ബോട്ടൊക്കെ കയറാം, അങ്ങോട്ട് വൈബാക്കാന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഫുള്ള് തേക്ക് മരങ്ങൾ കേട്ടാ. നമ്മൾ കണ്ട അടച്ചാൽ തേക്ക് കാടുകളിലൂടെ ഒക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇവ എന്റെ അടുത്ത് വന്നിട്ട് എന്തിനോ കളർ ഉണ്ടാകുന്നു. എന്തിനടാ? ഓ കിതപ്പ് ഉണ്ട്. നല്ല കിതപ്പുണ്ട്. നിനക്ക് 2 കളർ ഉണ്ടാടാ? എനിക്ക് 1 മാസമായിട്ട് ഞാൻ നല്ല രീതിയിൽ കിതക്കുകയാണ്. 2 കളറോട് കൂടി ഞങ്ങൾ ബോട്ടിൽ കയറട്ടെ. എമ്മച്ചി എന്റെ മോനെ ലെവല് സ്ഥലോടാ. തേക്കും കാട്ടി കൂടെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു ഒറ്റ സീനറി. ഓ എന്ത് ഭംഗിയില്ല. അതാണ് നമ്മളെ അണക്കെട്ട്. കണ്ടാ അണക്കെട്ട് അവിടെ. നമ്മളിവിടെ 2 കളറായി ഗൈസ്. 2 കളർ കഴിച്ചിട്ട് മാറില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ട് ഗൈസ്. ബോട്ടിൽ കയറാപ്പാ. എന്നാ മുതലേക്ക് ഉണ്ടാ ഇവിടെ? മുതലുണ്ടാ? എല്ലാം ഉണ്ടോ? കേറണ അങ്ങോട്ട് വന്നു. കുട്ടിയെ എങ്ങനെണ്ടാ? നിനക്ക് വെള്ളം ഇഷ്ടമല്ലേടാ? അയ്യവാ അടിപൊളി. പിന്നെ സീനല്ലേ എന്റെ ഓരെ ലെവല് ഫീൽ കേട്ടാ. ടൈറ്റാനിക്കിലെ ജാക്കിനെ പോലെ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. ഓസില്ല, ജാക്ക് മാത്രമേ ഉള്ളൂ. എന്തേലും പറ, എങ്ങനെയുണ്ട്? അണ്ണ ഒരേ പോലെ കേട്ടാ. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ ഒരു കംപ്ലീറ്റ് റൗണ്ട് അടിച്ച് സീനറിയെ കണ്ടിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാം. ഇവിടെ ഉള്ള നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്റെ ഓരോ എന്തൊരാറ്റ സീനറി ആയിരുന്നു മക്കളെ. നിങ്ങളെല്ലാം കയറുകയാണ്. നിങ്ങ എല്ലാം ഏറെ പതുക്കെ വള്ളം മറിച്ചിടരുത്, പിള്ളേരുടെ കാര്യം. പക്ഷെ ആറ്റ സീനറി ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മള് നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ട്, കുറെ കിളികളെയൊക്കെ കണ്ട്, മലകൾ കണ്ട്, നല്ല ഭംഗിയായിരുന്നു. കുട്ടി അവിടെ അവിടെ ഉണ്ട്. നല്ല രസമായിരുന്നു. സർജനെ താങ്ക്സ് മച്ചാ, നല്ല സ്ഥലമായിരുന്നു. കൊള്ളാം. കുളിക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ കുളിക്കാൻ പറ്റി ഇവർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഫോറസ്റ്റുകാർ ബാൻ ഇട്ടേക്കാണ് 3 മാസത്തേക്ക്. എന്തോ ഫോറസ്റ്റ് ഫയർ വരാനുള്ള ചാൻസ് കാരണം അങ്ങനെ എന്തൊക്കെയോ റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുളിക്കാൻ ഇറങ്ങാത്തത്. പിന്നെ മുതലുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ പേടിച്ചൊന്നുമില്ല. അയ്യോ, വള്ളത്തിരുന്ന് മുള്ളിയാള് സംസാരിച്ചൊക്കെ തുടങ്ങിയോ? ശരപഞ്ചരത്തില് ജയം കുതിര അമക്കുന്ന കണക്ക് ഒരുത്ത ഇരുന്ന സീറ്റിലെ ഞെക്കി പൊട്ടിച്ചിട്ട് പേച്ചൊന്ന് പോടാ. നല്ല രസമായിരുന്നു കേസിന്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്റെ മോനെ ഗൈസ്, ഡാമിൽ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ഒരു കോച്ച് സോഡാ സർബത്ത് കേട്ടാ.
എന്തോ റിലാക്സേഷൻ. ഇനി നമുക്ക് നാട്ടിലോട്ട് പോവാം സർജനെ കൊണ്ടാക്കിയിട്ട്. എന്റെ ചെറുക്കൻ നിതിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ അവന് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. നിതിൻ എന്റെ എഡിറ്ററാണ് ബൈ ദ ബൈ. അപ്പൊ അവിടെ കാവടി വ്ളോഗ് ഇന്നലെ അപ്പായില്ല കേസ്, ഇന്ന് അപ്പാവാൻ പോണതേ ഉള്ളത്. കറക്റ്റ് ചെയ്ത് ഐറ്ററേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 40 മിനിറ്റ് ആയിട്ടുണ്ട്, 3.5 മണിക്കൂർ ഫുട്ടേജ്. അപ്പൊ അതെന്തായാലും ഇന്ന് അപ്പാക്കും. അപ്പൊ അതവൻ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം. ഒരു ചെറിയ ഗിഫ്റ്റും ഒരു കേക്കും ഒക്കെ വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പോവാം. ഓഫ് ടു ട്രിവാൻഡ്രം ഗൈസ്. സർജിനെ പോയിട്ട് വരാടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ ഡേ. അടിപൊളിയായിരുന്നു. കണ്ടടാ നിന്റെ ഫാൻ ഗേൾസ് ഒക്കെ ബാക്ക് ചെയ്ത് വേളം ഉണ്ടാക്കണം. പോയിട്ടാ ഒരു വണ്ടി പിള്ളേര് കേസ് പറയില്. ഓക്കെ, ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവാം. ഒരു കേക്കും ഒരു ഗിഫ്റ്റും. സ്വീറ്റ് അധികം കഴിക്കൂല ഗൈസ്. അപ്പോൾ ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് സെറ്റായി. ജി ഷോക്കിന്റെ ഈ വാച്ച് എടുത്താലെന്ന് ആലോചിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഹംബിളിന് ചെയ്താണ് വാങ്ങിച്ചു കൊടുത്താൽ. കുറച്ച് ഫിറ്റ്നസ് ട്രാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അവൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇതവൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നല്ലേടാ. ഹംബിളിനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഹംബിള് പിന്നെ ഫുൾ ഫിറ്റ്നസ്. അതെ, ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. 9 കിലോ അങ്ങാണ്ട് കുറച്ചെന്ന് തോന്നുന്നു ഈ ഹംബിള്. പൂജനൊക്കെ കൂടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജിമ്മിനാണ് തോന്നുന്നത്. ജിമ്മിനെ പ്രണയിച്ച ഹംബിളാണ് ഇപ്പൊ. ഓക്കെ, ഐറ്റങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. എല്ലാം മേടിച്ചോ. നേരെ സ്റ്റുഡിയോയിലോട്ട്. കേക്ക്, പൂവ്, ഗിഫ്റ്റ് എല്ലാം ആടപടലം ലുലു അങ്ങ് മേടിച്ച്. 11:57. കാവടി വീഡിയോ ദാണ്ട അപ്പായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പുല്ല് നമ്മൾ വിചാരിച്ച പോലെ ഇത് അപ്പായില്ല. പാതിരാത്രിയാണ് കാവടി വീഡിയോ ഇടാൻ പോകുന്നത്. ഇതിന് സർപ്രൈസ് കൊടുക്കാൻ ഇതിന് അവിടെ ഇരിക്കുകയാണ്. അവൻ അറിഞ്ഞു എന്നവൻ പറയണം. മനസ്സിലായി, അറിഞ്ഞല്ലേ. ഗിഫ്റ്റിന്റെ കാര്യം അറിഞ്ഞൂടല്ലോ. കേക്കിന്റെ കാര്യം കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിതിനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. 12 മുന്നേ നമ്മൾ എത്തിയടാ. ഇതെങ്ങോട്ടാണ് തിരിക്കേണ്ടത്? നീ എന്താടാ ബാക്കി കിടന്നോണ്ട്? ഹാപ്പി ബർത്ത്ഡേ ടു യു. രണ്ടാമത്തെ ബർത്ത്ഡേ. രണ്ട് കേക്ക് മുറിച്ചാണ്. രണ്ടാമത്തെ ബർത്ത്ഡേ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആലോചിച്ചിട്ടാണ് ചെയ്യണമെന്ന്. ടിഷ്യൂ പേപ്പർ എടുത്തോളൂ. ഹാപ്പി ബർത്ത്ഡേ. നീ ഇതുവരെ അങ്ങനെ വാച്ച് കെട്ടി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഫിറ്റ്നസ് ട്രാക്കിംഗ് ഉള്ള വാച്ചും കൂടെ അല്ല. നീ ഇപ്പൊ കുറച്ച് ഫിറ്റ്നസിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ട്രാക്കിംഗ് ഒക്കെ ഉള്ള ഒരു വാച്ച് സെറ്റ് ആക്കിയത്. മനസ്സിലായില്ല, നീ എവിടെയാണെന്നുള്ളതാണ് ട്രാക്ക് ചെയ്യാൻ. ഇറങ്ങിയിട്ടില്ല. ലൊക്കേഷൻ അറിയാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടെ നിന്റെ ബ്ലാക്ക് കളർ ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. ഇഷ്ടപ്പെട്ടാടാ? ഹാപ്പി ബർത്ത്ഡേ ക്യാപ്റ്റൻ. ഓ പിന്നെ നമ്മള് വിയർക്കാത്ത ആൾക്കാരെ കണക്ക്. ഓക്കെ ഗൈസ്, സോ ദാറ്റ് വാസ് ദ വ്ളോഗ്. കാവടി വ്ളോഗ് രാത്രി 12 മണിക്കാണ് ഞാൻ അപ്പ് ചെയ്തത്. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ ബോയ് നിതിൻ. ഓ ആയിക്കോട്ടെ. അപ്പൊ ഇനി നാളത്തെ വ്ളോഗ് കാണാം ഗൈസ്. നാളെ നമ്മൾ എങ്ങോട്ടാണ് പോണം? നാളെ നമ്മൾ കരുനാഗപ്പള്ളിയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അല്ല ബൈ ബൈ. വ്ളോഗ് എന്തായി? ബൈ ബൈ. ഇന്ന് എവിടെ